കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്തത് അധ്യാപകരിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങളെ തുടർന്നെന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖ പുറത്ത്. വീട്ടുകാരെ കളിയാക്കിയെന്നും കയ്യും കാലും വെട്ടുമെന്ന് അധ്യാപകരിൽ ചിലർ ഭീഷണിപ്പെടുത്തിയെന്നും നിതിൻ രാജ് ശബ്ദരേഖയിൽ പറയുന്നു. മകനെ തള്ളിയിട്ട് കൊന്നതാണെന്ന് സംശയമുണ്ടെന്ന് കുടുംബം ആരോപിച്ചു. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. SC/ST കമ്മീഷനും കേസെടുക്കും. എന്നെ വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി സർപ്രൈസ് ആയിട്ട് കൊടുത്തേക്കുക. അതുപോലെ ഇൻസൾട്ട്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ സുഹൃത്തുക്കൾക്കയച്ച ശബ്ദ സംഭാഷണത്തിലും അധ്യാപകരിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ വിവരിക്കുകയാണ് നിതിൻ രാജ്. കയ്യും കാലും വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തി, അമ്മയെക്കുറിച്ച് പരിഹസിച്ചു, പുഴുത്ത പട്ടിയെന്നായിരുന്നു വിളിപ്പേര് തുടങ്ങി നേരിട്ടത് അധിക്ഷേപ പെരുമഴ. അനുഭവിച്ച ദുരിതങ്ങൾ നിതിൻ സഹോദരങ്ങളോടും പങ്കുവച്ചിരുന്നു. പുള്ളിക്കാരൻ മോനോട് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ക്ലാസ്സിനകത്തിരുന്നു കൊണ്ട് തന്നെ ഈ ജാതീയപരമായിട്ടുള്ള അധിക്ഷേപങ്ങളും വൃത്തികെട്ട വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കാറ്. ഈ സ്ലം ഡോഗ്സ് എന്നും ഇങ്ങനെ വിളിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇളയ സഹോദരിയെ വിളിച്ച് സംസാരിക്കാറുണ്ട് എല്ലാ ദിവസവും. മകനെ തള്ളിയിട്ട് കൊന്നതാണോ എന്ന് സംശയമുണ്ടെന്നും ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ലെന്നും കുടുംബം പറയുന്നു. റാം സാറ് ഇവിടെ പഠിക്കുന്നത് ടാർഗറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ, അയാൾ കൊന്നിട്ടേ പോകുള്ളൂ, അയാളത് അതാദ്യമേ പറഞ്ഞു. കോളേജിൽ റാഗിംഗ് നടക്കുന്ന വിവരവും നിതിൻ കുടുംബത്തോട് പങ്കുവച്ചിരുന്നു. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ സംഘടനകളും രംഗത്തുണ്ട്. നിതിൻ രാജിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ പിതാവും ബന്ധുക്കളും ആവശ്യപ്പെടുന്നത് നീതിപൂർവമായിട്ടുള്ളൊരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കണം എന്നുള്ളതാണ്. ജാതി പറഞ്ഞ് ആക്ഷേപിച്ചതിനെ സംബന്ധിച്ചും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണയെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്നാണ് പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കണ്ണൂർ പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാന യുവജന കമ്മീഷനും വിഷയത്തിൽ കേസെടുത്തു. SC/ST കമ്മീഷൻ കേസെടുക്കും. 1-ാം വർഷ BDS വിദ്യാർത്ഥിയായ നിതിൻ രാജിനെ കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.